അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗ്ലൂരിയൻ റെസിപ്പിയാണ് ചിക്കൻ ഗീ റോസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് തിരുമ്മി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം, നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് മഴവിൽ മനോരമയിൽ ദേരുചി എന്ന പ്രോഗ്രാമിൽ ഞാൻ ക്രാബ് ഗീ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കന് പകരം ക്രാബാണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം അതും കാണണം എന്നുള്ളവർക്ക് കാണാം. അപ്പം ഇത് നമ്മൾ നെയ്യിലാണ് ചിക്കൻ വറുത്തെടുക്കുന്നത്. ഒരു 2 സ്പൂൺ നെയ്യ് മതി. എന്നിട്ട് മൂടി വെച്ച് അത് വേവിക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചുവിട്ട് മൊരിച്ചെടുക്കുക. അപ്പം നെയ്യൊക്കെ കുറച്ച് മതി. ഓക്കെ, ചിക്കൻ ഗീ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നെയ്യിൽ തന്നെ ചെയ്യണം. വേറൊരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇഞ്ചി, വെളുത്തുള്ളി ഇടുക, മുഴുവൻ മല്ലി ഇടുക, കറുവപ്പട്ട, ഗ്രാമ്പു, ജീരകം, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടത്. അപ്പം ഇതൊന്ന് നന്നായിട്ട് മൊരിച്ച് വറുത്ത് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് അരയ്ക്കാനുള്ള സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കശ്മീരി പിരിയൻ മുളക്, മുഴുവൻ മുളക് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ നെയ്യിൽ വറുത്തിട്ട് ഈ ജാറിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കുക. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാനിവിടെ കശ്മീരി പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വറക്കാത്തത്. അതിനുശേഷം ആ ബാക്കിയുള്ള നെയ്യിൽ തന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളം പുളിയും 1 സ്പൂൺ ജീരകവും കൂടെ അത് നന്നായിട്ട് അരച്ചെടുത്തു. ചിക്കൻ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്, മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കശ്മീരി ചില്ലി, മുഴുവൻ പിരിയൻ മുളക് ഇല്ലെന്ന് പറഞ്ഞല്ലോ, അത് ഉണ്ടായിരുന്നെങ്കിൽ ആ മിക്സിയുടെ ജാറിലേക്ക് അതും കൂടെ ചേർത്തായിരുന്നു മസാല ഉണ്ടാക്കേണ്ടത്. ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ചൂടുവെള്ളത്തിൽ കശ്മീരി മുളക് പൊടി മിക്സ് ചെയ്തിട്ട് അതാണ് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് കടായിലേക്ക് ഒഴിച്ചിട്ട് അത് ഞാൻ ചേർത്ത് കൊടുത്തു. നമ്മുടെ മുളക് പൊടിയുടെ മിക്സും അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മസാല നന്നായിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി നെയ്യൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. എല്ലാത്തിൻ്റെ, അപ്പത്തിൻ്റെ കൂടെ, നീർദോശയുടെ കൂടെ, വൈറ്റ് റൈസിൻ്റെ കൂടെ, നമ്മുടെ സാധാരണ മട്ട റൈസിൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെയും ഇത് പോകും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. നല്ല എരിവും പുളിയൊക്കെയുള്ള ഡിഷാണ്. ഇനി ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റാണ്. ഇതിന് ചാറൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ചാറുള്ള ഗ്രേവിയുള്ള ഡിഷല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കനിലേക്ക് ഈ ഒരു ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സും ഇറങ്ങാനും അതുപോലെ തന്നെ ഇതൊന്ന് പെരണ്ടിരിക്കാനും വേണ്ടി മാത്രമുള്ള വെള്ളമേ ചേർക്കാൻ പോകുള്ളൂ. വെള്ളം കൂടി പോകരുത്. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. എല്ലാം കൂടെ ആ ചിക്കനിലേക്ക് കയറാനാണ്. അതിനുശേഷം പയ്യെ തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വേപ്പിലയും അതുപോലെ നമ്മുടെ മല്ലിയിലയും കൂടെ ധാരാളമായി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഡിഷാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെ ആയിക്കോട്ടെ, അപ്പത്തിൻ്റെ കൂടെ ആയിക്കോട്ടെ, നീർദോശയുടെ കൂടെ ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.